അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരിക്കൽ യാദൃശ്ചികമായി രാത്രികാലത്ത് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കാണുന്നുണ്ട്. ഖലീഫയായി രാജപദം അലങ്കരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ രാത്രികാലത്ത് കരിമ്പുടം പൊതിച്ചിങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോ സയ്യിദുന ഉമറുൽ ഫാറൂഖ് അത്ഭുതത്തോടെ പുറകെ കൂടിനാൻ എങ്ങോട്ട് പോകുന്നു എന്നറിയാൻ. ദീർഘമായ യാത്രയിൽ മരുഭൂമികൾ താണ്ടിയിട്ട് മലമടക്കുകൾ താണ്ടി കടന്നു പോകുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാലെ സഞ്ചരിക്കുന്നുണ്ട് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. രാത്രിയുടെ ഈ അരണ്ടയാമങ്ങളിൽ പോലും അങ്ങ് എവിടെ പോകുന്നു എന്നറിയാൻ നോക്കുമ്പോ ആ സമയത്ത് നരാചരകൾ ബാധിച്ച, തീർത്തും വാർദ്ധക്യം പ്രാപിച്ച, കണ്ണ് കാണാൻ കഴിയാത്ത പാവപ്പെട്ട ഒരു സാധു സ്ത്രീ, ആ സ്ത്രീയുടെ മലമൂത്ര വിസർജന വസ്ത്രങ്ങളെല്ലാം കഴുകി ശുദ്ധീകരിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മയെ കുളിപ്പിച്ച് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ വായിലേക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു രണ്ടാമതൊരാൾ പോലും അറിയാതെ തിരിച്ച് തന്റെ വീട്ടിലേക്ക് കടന്നു പോകുന്നതെന്നാണ്. വഫാത്തിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ സയ്യിദുന ഉമറുൽ ഫാറൂഖിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അടുത്തേക്ക് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്നാലിന്ന സ്ഥലത്ത് ഇന്നാലിന്ന പ്രദേശത്ത് ഒരു പാവപ്പെട്ട ഉമ്മ താമസിക്കുന്നുണ്ട്. ചോർന്നൊലിക്കുന്ന ഒരു വീടിന്റെ ചുവട്ടിലായി നരാചരകൾ ബാധിച്ച, ശരീരം വല്ലാണ്ട് തളർന്നു പോയ, അവശയായി മാറിയ ഒരു പ്രിയപ്പെട്ട ഉമ്മ ഇരിക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട ഉമ്മയെയും നിങ്ങൾ കാണാതെ പോകരുതേ എന്ന് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉണർത്തി കൊടുക്കുന്നുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഭരണസിരാ കേന്ദ്രം അങ്ങനെ മനോഹരമായി ഭരിക്കപ്പെടുമ്പോ രാത്രി സമയത്ത് റൊട്ടിയുമായി ഉമർ റളിയല്ലാഹു അൻഹു ഉമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ഉമ്മയുടെ മലിനമായ വസ്ത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി, കട്ടിലെല്ലാം കഴുകി വൃത്തിയാക്കി ആ ഉമ്മയെ കുളിപ്പിച്ച ശേഷം ഭക്ഷണം വായിലേക്ക് വെക്കുമ്പോ ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങളാരാണ്? താൻ കൊടുത്ത ഭക്ഷണത്തിനെങ്ങാനും എന്തെങ്കിലും പോരായ്മയോ, താൻ കുളിപ്പിച്ച് വസ്ത്രം മാറ്റുന്നതിനിടയിൽ വേദനയോ സംഭവിച്ചോ എന്നറിയാൻ സങ്കടത്തോടെ വേവലാതിയോടെ ആ ഉമ്മയോട് സയ്യിദുന ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചു പോയി? നിങ്ങൾ അബൂബക്കർ സിദ്ദീഖ് അല്ല. അബൂബക്കർ സിദ്ദീഖിന് അറിയാം എനിക്ക് പല്ലുകളില്ല എന്നറിയാം. അതുകൊണ്ട് തന്റെ ഭക്ഷണം നാലായി മുറിച്ച് അത് സ്വന്തം വായിൽ വെച്ച് ചവച്ചരച്ചിട്ട് മൃദുലമാക്കിയിട്ടാണ് അബൂബക്കർ സിദ്ദീഖ് എനിക്ക് ഭക്ഷണം തന്നിരുന്നത്. ഇപ്പോ തരുന്ന ഭക്ഷണം അങ്ങനെ അത്ര അയവുള്ളതല്ലല്ലോ, വലിയ മാർദ്ദവമുള്ള കട്ടിയുള്ള ഭക്ഷണമാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വഫാത്തായിട്ടുണ്ട്, ഇപ്പോ ഇസ്ലാമിന്റെ ഖിലാഫത്ത് നടത്തുന്നത് ഞാനാണ് പറഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് നാലായി മുറിച്ച് വായിലേക്ക് വെച്ച് മൃദുലമാക്കി മിനുസപ്പെടുത്തി വെള്ളം കൂട്ടി അയവ് വരുത്തിയതിനു ശേഷം ആ ഉമ്മയെ ഭക്ഷണം കൊടുത്തിട്ടാണ് സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തിരിച്ച് വീട്ടിലേക്ക് വരുന്നതെന്നാണ്.